നമസ്കാരം. പാർട്ടിയും രാഷ്ട്രീയവും എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും VS എന്ന രണ്ടക്ഷരം ആവേശമായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന മലയാളക്കരയുടെ വിപ്ലവ സൂര്യന് ഇന്ന് ലോകത്തോട് വിട പറയേണ്ടി വന്നു. ചുവപ്പിന്റെ കരുത്തും സമരത്തിന്റെ യൗവനവുമായി നിറഞ്ഞു നിന്ന വിപ്ലവത്തിന്റെ ഒരു നൂറ്റാണ്ടിനാണ് ഇതോടെ വിരാമമാകുന്നത്. തലമുറകളെ സ്വാധീനിച്ച ആ ജീവിതത്തിന്റെ ഓരോ ഏടും പലവിധത്തിലുള്ള ചർച്ചകൾക്കും വിധേയമായിട്ടുണ്ട്. അതിലേറ്റവും രസകരവും എന്നാൽ ഹൃദയത്തെ നോവിപ്പിക്കുന്നതുമായ ഒരേടാണ് VS നിരീശ്വരവാദിയായ സംഭവം. 16 വയസ്സുവരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന VS പിന്നീട് നിരീശ്വരവാദിയാവുകയായിരുന്നു. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അച്യുതാനന്ദന് 4 വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് വസൂരി വന്നത്. അത്യാസന്ന നിലയിൽ അകലെയുള്ള ഓലക്കുരയിൽ കിടക്കുകയാണമ്മ. അവർക്ക് അവസാനമായി മക്കളെ കാണണം. മക്കളെ അവിടെ എത്തിച്ചു. ഓലക്കീറിന്റെ പഴുതിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു. കാര്യമെന്തെന്ന് അറിയില്ലെങ്കിലും മക്കൾ കരഞ്ഞു. അമ്മ തങ്ങളെ കൈകാട്ടി വിളിക്കുന്നത് 4 വയസ്സുകാരൻ കണ്ടു. അങ്ങോട്ട് കുതിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർ പിടിച്ചു നിർത്തി. കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു. മക്കൾ മറഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു. പിന്നെ അച്ഛൻ ശങ്കരൻ തന്നെയായിരുന്നു അമ്മയും. VSന് 16 വയസ്സുള്ളപ്പോൾ അച്ഛനും കടുത്ത രോഗം വന്ന് മരിച്ചു. അന്നത്തോടെ VS നിരീശ്വരവാദിയായി. ഈ സംഭവത്തെക്കുറിച്ച് VS ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരകാസുഖമായ വസൂരി പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനുള്ളിലാക്കും. ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ടു കൊടുത്താലായി. പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കുമായിരുന്നു. ദുരിതത്തിന് അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും. എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി. ഞാനൊന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും. ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു തരും. നോക്കിയാൽ പുര മാത്രം കാണാം. അമ്മ ഒരുപക്ഷെ ഓലപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം തിരിച്ചു വരും. അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് അറിയില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു. അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം. അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി. പേടിച്ചു വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ടുകിടന്ന് രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരികെ തരണേയെന്ന് അറിയാവുന്ന ദൈവങ്ങളെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ കുരുന്നുകളായി ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടെന്ന് തോന്നി. അതോടെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു ദൈവത്തിനെയും വിളിച്ചില്ല. വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായത്.